നമസ്കാരം. ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മാനസിക മാറ്റങ്ങൾക്ക് NLP തത്വങ്ങൾ എന്ന പുസ്തകത്തിലെ 1-ാം അധ്യായത്തിലേക്ക് ഒരു ആഴത്തിലുള്ള യാത്ര നടത്തുകയാണ്. ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് അഥവാ NLP എന്ന ശക്തമായ ഈ ശാസ്ത്രശാഖയുടെ അടിസ്ഥാന തത്വങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ചിന്തകളെ, അതുവഴി നമ്മുടെ ജീവിതാനുഭവങ്ങളെ തന്നെ എങ്ങനെ പുതിയൊരു തലത്തിലേക്ക് ഉയർത്താം എന്ന് ഈ പുസ്തകം വിശദീകരിക്കുന്നു. ഇന്ന് നമ്മൾ 1-ാം അധ്യായം, അതായത് യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ എന്ന വിഷയമാണ് വിശദമായി പരിശോധിക്കുന്നത്. എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലെ ലോകം പുറമേയുള്ള ലോകത്തെ അനുഭവിക്കുന്നത്, അതിൽ മാറ്റങ്ങൾ വരുത്താൻ നമുക്കെങ്ങനെ സാധിക്കും എന്നൊക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. മാനസിക മാറ്റങ്ങൾക്ക് NLP തത്വങ്ങൾ എന്ന ഈ പുസ്തകത്തിലെ 1-ാം അധ്യായത്തിന്റെ തലക്കെട്ട് തന്നെ ഈ ആശയം വ്യക്തമാക്കുന്നുണ്ട്. പീപ്പിൾ റെസ്പോണ്ട് ടു ദിയർ പെർസെപ്ഷൻ ഓഫ് റിയാലിറ്റി, നോട്ട് റിയാലിറ്റി ഇറ്റ്സെൽഫ്. മലയാളത്തിൽ പറഞ്ഞാൽ, യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള അവരുടെ ധാരണയോടാണ് ആളുകൾ പ്രതികരിക്കുന്നത്, യാഥാർത്ഥ്യത്തോടല്ല. ഇത് കേവലം ഒരു വാചകമല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അനുഭവങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു അടിസ്ഥാന നിയമമാണ്, ഒരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിളാണ്. ശരി. അപ്പോ ഇതിനെ നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. നമ്മൾ കാണുന്ന ലോകം, അനുഭവിക്കുന്ന സംഭവങ്ങൾ, ഇടപെടുന്ന ആളുകൾ, ഇതൊന്നും ഒരു ഒബ്ജക്റ്റീവ് യാഥാർത്ഥ്യമല്ല, മറിച്ച് നമ്മുടെ മനസ്സിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ, ഒരു വ്യാഖ്യാനമാണ് എന്നാണോ ഗ്രന്ഥകർത്താവ് സ്ഥാപിക്കുന്നത്? കൃത്യമായും അതാണ് ഗ്രന്ഥകർത്താവ് അടിവരയിട്ട് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നമ്മുടെ മനസ്സ്, നമ്മുടെ ബോധം യഥാർത്ഥ ലോകവുമായി നേരിട്ട് ഒരു ബന്ധവും പുലർത്തുന്നില്ല. യോർ മൈൻഡ് ഡസന്റ് ഡയറക്ട്ലി ഇന്ററാക്ട് വിത്ത് റിയാലിറ്റി. ഇത് കേൾക്കുമ്പോൾ ഒരു അത്ഭുതം തോന്നാം, എന്നാൽ അതാണ് സത്യം. നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തെ അനുഭവിക്കുന്നത് അവരവരുടെ ജീവിതാനുഭവങ്ങൾ, കാലങ്ങളായി രൂപപ്പെട്ടു വന്ന വിശ്വാസങ്ങൾ, അതായത് ബിലീഫ്സ്, ആ നിമിഷത്തിലെ വൈകാരികാവസ്ഥകൾ, ഇമോഷണൽ സ്റ്റേറ്റ്സ്, നമ്മുടെ മൂല്യങ്ങൾ, വാല്യൂസ്, ഇവയെല്ലാം ചേർന്ന ഒരു അതിസങ്കീർണമായ ഫിൽട്ടറിലൂടെയാണ്. ഇതൊരു കണ്ണട പോലെയാണ്. പക്ഷെ ഓരോരുത്തരുടെയും കണ്ണടയുടെ നിറവും അതിന്റെ ഡിഗ്രിയും ഒക്കെ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടാണ് ഒരേ സംഭവം നടക്കുമ്പോൾ രണ്ടുപേർ രണ്ട് രീതിയിൽ പ്രതികരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഫിൽട്ടർ അഥവാ കണ്ണടയാണ് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ യാഥാർത്ഥ്യം, പേഴ്സണൽ റിയാലിറ്റി സൃഷ്ടിക്കുന്നത്. പുറത്തുള്ള ലോകം എല്ലാവർക്കും ഒന്നുതന്നെയാണെങ്കിലും നമ്മൾ അനുഭവിക്കുന്നത് ഈ ഫിൽട്ടർ ചെയ്ത പതിപ്പാണ്, അല്ലേ? തീർച്ചയായും. ഇതിനെ യാഥാർത്ഥ്യത്തിന്റെ പതിപ്പ്, ദ വേർഷൻ ഓഫ് റിയാലിറ്റി യു പെർസീവ് എന്ന് വിളിക്കുന്നു. നമ്മൾ സന്തോഷിക്കുമ്പോഴും ദുഃഖിക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും സ്നേഹിക്കുമ്പോഴും അതുപോലെ ഭയക്കുമ്പോഴും എല്ലാം നമ്മൾ പ്രതികരിക്കുന്നത് യാഥാർത്ഥ്യത്തിന്റെ ഈ വ്യക്തിഗത പതിപ്പിനോടാണ്, നമ്മുടെ പേഴ്സണൽ വേർഷൻ ഓഫ് റിയാലിറ്റിയോടാണ്. യഥാർത്ഥ ലോകം എത്ര മനോഹരമോ ഭയാനകമോ ആകട്ടെ, നമ്മുടെ പ്രതികരണങ്ങളെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഈ പതിപ്പാണ്. ഈയൊരു തിരിച്ചറിവ് ശരിക്കും നമ്മുടെ അനുഭവങ്ങളെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒന്നാണ്. കാരണം പുറമേയുള്ള യാഥാർത്ഥ്യം ഒരുപക്ഷെ നമ്മുടെ നിയന്ത്രണത്തിലല്ലായിരിക്കാം, എന്നാൽ അതിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ അത് നമ്മുടെ നിയന്ത്രണത്തിലാണ്. ഈ ആശയം കൂടുതൽ വ്യക്തമാക്കാൻ ഉപയോഗിക്കുന്ന അതിമനോഹരമായ ഒരു രൂപകമാണ്, ഒരു മെറ്റഫർ, ആന്തരിക ഭൂപടം അഥവാ ഇന്നർ മാപ്പ്. എനിക്കിത് വളരെ ശക്തമായി തോന്നി. നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ ലോകത്തെക്കുറിച്ചും നമ്മളെത്തന്നെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചുമൊക്കെയുള്ള ഒരു വിശദമായ ഭൂപടമുണ്ട്. ഒരു നാവികൻ യാത്ര ചെയ്യാൻ ഭൂപടം ഉപയോഗിക്കുന്നത് പോലെ നമ്മൾ ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ ഈ ആന്തരിക ഭൂപടത്തെയാണ് ആശ്രയിക്കുന്നത്. നമ്മുടെ തീരുമാനങ്ങൾ, പെരുമാറ്റങ്ങൾ, ചിന്തകൾ, വികാരങ്ങൾ എല്ലാം ഈ ഭൂപടത്തിനനുസരിച്ചാണ് മുന്നോട്ടു പോകുന്നത്. ശരിയാണ്. ആ ഭൂപടമാണ്, ആ മാപ്പാണ് നമ്മുടെ വഴികാട്ടി. എന്നാൽ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരുന്നത്. ആ ഭൂപടം യാഥാർത്ഥ്യമല്ല, യാഥാർത്ഥ്യത്തിന്റെ ഒരു പ്രതിഫലനം, ഒരു റെപ്രസെന്റേഷൻ മാത്രമാണ്. NLPയിൽ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്: ദ മാപ്പ് ഇസ് നോട്ട് ദ ടെറിറ്ററി. ഭൂപടം ആ പ്രദേശമല്ല, അതിന്റെ ഒരു ചിത്രം മാത്രമാണ്. അതുപോലെ നമ്മുടെ ആന്തരിക ഭൂപടം, നമ്മുടെ ഇന്നർ മാപ്പ്, യഥാർത്ഥ ലോകമല്ല. ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ വ്യാഖ്യാനം, നമ്മുടെ ഇന്റർപ്രിട്ടേഷൻ, നമ്മുടെ ധാരണ, പെർസെപ്ഷൻ മാത്രമാണ്. പലപ്പോഴും ഈ ഭൂപടം അപൂർണമോ കാലഹരണപ്പെട്ടതോ ചിലപ്പോൾ തെറ്റുകൾ നിറഞ്ഞതോ ആകാം. എന്നാൽ നമ്മൾ അത് തിരിച്ചറിയാതെ ആ ഭൂപടം 100% ശരിയാണെന്ന് വിശ്വസിച്ച് ജീവിക്കുന്നു.
പുസ്തകത്തിലെ ഗ്രന്ഥകർത്താവ് നൽകുന്ന ഉദാഹരണം ഈ വ്യത്യാസം വളരെ വ്യക്തമാക്കുന്നുണ്ട്. ഒരാളുടെ ആന്തരിക ഭൂപടത്തിൽ, അയാളുടെ അടിസ്ഥാന വിശ്വാസങ്ങളിൽ, കോർ ബിലീഫ്സിൽ, ജീവിതം ശത്രുതാപരമാണ്, ലൈഫ് ഈസ് ഹോസ്റ്റൈൽ എന്ന് ശക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് കരുതുക. അയാളുടെ മുൻകാല അനുഭവങ്ങൾ, വളർന്നുവന്ന സാഹചര്യമൊക്കെ ഈ വിശ്വാസത്തെ ബലപ്പെടുത്തിയിട്ടുണ്ടാവാം. അങ്ങനെ വരുമ്പോൾ അയാൾക്ക് ചുറ്റുമുള്ള ലോകം യഥാർത്ഥത്തിൽ സൗഹൃദപരവും അവസരങ്ങൾ നിറഞ്ഞതും സുരക്ഷിതവുമാണെങ്കിൽ പോലും അയാളുടെ ഉള്ളിലെ ഭൂപടം നിരന്തരം അപകടസൂചനകൾ, ഡേഞ്ചർ സിഗ്നൽസ് നൽകിക്കൊണ്ടിരിക്കും. കാരണം അയാളുടെ ലെൻസ് ലോകത്തെ അങ്ങനെയാണ് കാണിക്കുന്നത്. ഇതിന്റെ ഫലമെന്താണ്? നിരന്തരമായ ഉത്കണ്ഠ, ആങ്സൈറ്റി, ഭയം, ഫിയർ, ആളുകളോടുള്ള അവിശ്വാസം, ഡിസ്ട്രസ്റ്റ്, പിരിമുറുക്കം, സ്ട്രെസ്, ഇവയെല്ലാം അയാളുടെ സ്ഥിരം അനുഭവങ്ങളായി മാറും. അയാൾ പ്രതികരിക്കുന്നത് അയാളുടെ ഭൂപടത്തിലെ ശത്രുതാപരമായ ലോകത്തോടാണ്, പുറമേയുള്ള യഥാർത്ഥ ലോകത്തോടല്ല. അയാളുടെ അനുഭവം എത്ര വ്യത്യസ്തമായിരിക്കും? അയാളുടെ ജീവിതത്തിലും വെല്ലുവിളികളും, ചാലഞ്ചസ്, തിരിച്ചടികളും, സെറ്റ്ബാക്സ്, അനിശ്ചിതത്വങ്ങളും, അൺസർട്ടനിറ്റീസ് ഒക്കെയുണ്ടാകും, സ്വാഭാവികമാണ്. എന്നാൽ ആത്യന്തികമായി കാര്യങ്ങൾ തനിക്ക് അനുകൂലമായി വരുമെന്നും ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള കഴിവ് തനിക്കുണ്ടെന്നും ആവശ്യമായ സഹായം തനിക്ക് ലഭിക്കുമെന്നുമുള്ള ഒരു അടിസ്ഥാനപരമായ വിശ്വാസം, ഒരു ഫണ്ടമെന്റൽ ബിലീഫ് അയാളുടെ ഭൂപടത്തിലുണ്ട്. ഇതയാൾക്ക് നൽകുന്നത് അളവറ്റ ആന്തരിക സുരക്ഷിതത്വമാണ്, ഇന്നർ സെക്യൂരിറ്റിയാണ്, മനഃശക്തിയാണ്, മെന്റൽ ഫോർട്ടിറ്റ്യൂഡാണ്. ഒരേ സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ പോലും ഈ രണ്ടുപേരുടെയും വൈകാരികവും മാനസികവുമായ അവസ്ഥകൾ, ഇമോഷണൽ ആൻഡ് മെന്റൽ സ്റ്റേറ്റ്സ് തികച്ചും വിഭിന്നമായിരിക്കും. നേരിട്ട് ശ്രോതാവിനോടൊന്ന് ഈ ആശയം നിങ്ങളുടെ സ്വന്തം ജീവിതാനുഭവങ്ങളുമായി ഒന്ന് ചേർത്ത് വായിക്കൂ. ഏതെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് സ്ഥിരമായി ഒരുതരം ഭയമോ ഉത്കണ്ഠയോ ഒക്കെ അനുഭവപ്പെടാറുണ്ടോ? അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത്രയധികം ആത്മവിശ്വാസം തോന്നുന്നു? നിങ്ങളുടെ പ്രതികരണങ്ങളെ സ്വാധീനിക്കുന്ന നിങ്ങളുടെ ഇന്നർ മാപ്പിലെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ സന്തോഷം, സമാധാനം, വിജയം എന്നൊക്കെ നിങ്ങൾ നിർവചിക്കുന്ന കാര്യങ്ങൾ, ഇവയെല്ലാം നിങ്ങളുടെ ഈ ആന്തരിക ഭൂപടവുമായി എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്നത് വളരെ നിർണായകമായൊരു കാര്യമാണ്. ഇവിടെയാണ് NLPയുടെ പ്രായോഗികത വരുന്നത്. വാട്ട്സ് ഫാസിനേറ്റിംഗ് ഹിയർ ഈസ്, നമ്മുടെ സന്തോഷവും സമാധാനവും നിർണയിക്കുന്നതിൽ ഈ ആന്തരിക ഭൂപടത്തിന്, ഇന്നർ മാപ്പിന് ഇത്രയധികം പ്രാധാന്യമുണ്ടെങ്കിൽ സ്വാഭാവികമായും ഉയരുന്ന ചോദ്യം ഇതാണ്: ഈ ഭൂപടം മാറ്റാൻ സാധിക്കുമോ? നമ്മൾ ചെറുപ്പത്തിൽ വരച്ച ഭൂപടവുമായി ജീവിതകാലം മുഴുവൻ യാത്ര ചെയ്യേണ്ടതുണ്ടോ? ഉത്തരം വളരെ വ്യക്തമാണ്. തീർച്ചയായും മാറ്റാൻ സാധിക്കും. അതാണ് ഈ പുസ്തകവും NLPയും മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയ വാഗ്ദാനം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ അനുഭവങ്ങളുടെ ഇരകളല്ല, വിക്ടിംസ് അല്ല, മറിച്ച് നമ്മുടെ ധാരണകളുടെ ശില്പികളാണ്, ക്രിയേറ്റേഴ്സാണ് എന്ന് വരുന്നു. നമ്മൾ ഒരിക്കൽ രൂപപ്പെടുത്തിയ, ഇപ്പോൾ നമ്മെ പരിമിതപ്പെടുത്തുന്ന, ലിമിറ്റിംഗ് ആയിട്ടുള്ള ധാരണകളിൽ ആ പഴയ ഭൂപടത്തിൽ കുടുങ്ങിക്കിടക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇത് വലിയൊരു ആശ്വാസവും പ്രതീക്ഷയുമാണ് നൽകുന്നത്, അല്ലേ? തീർച്ചയായും. നമ്മുടെ ആന്തരിക ഭൂപടം, ഇന്നർ മാപ്പ്, ഒരു കല്ലിൽ കൊത്തിയ രൂപമല്ല. അത് നിരന്തരം മാറ്റിയെഴുതാനും മെച്ചപ്പെടുത്താനും സാധിക്കുന്ന ഒന്നാണ്. ഗ്രന്ഥകർത്താവ് ഊന്നിപ്പറയുന്നതിതാണ്: നമുക്ക് നമ്മുടെ മാനസിക ഭൂപടം, മെന്റൽ മാപ്പ്, ബോധപൂർവം പുനരൂപകൽപ്പന ചെയ്യാൻ, കോൺഷ്യസ്ലി റീഷേപ്പിംഗ് ചെയ്യാൻ സാധിക്കും. എങ്ങനെ? നമ്മുടെ പഴയതും നമ്മെ ശാക്തീകരിക്കാത്തതും ഡിസ്എംപവറിംഗ് ആയതും യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്തതുമായ വിശ്വാസങ്ങളെയും ധാരണകളെയും തിരിച്ചറിയുക, എന്നിട്ട് അവയെ മാറ്റി പകരം കൂടുതൽ ശാക്തീകരിക്കുന്ന, എംപവറിംഗ് ആയ, കൂടുതൽ പിന്തുണയ്ക്കുന്ന, സപ്പോർട്ടീവായ, കൂടുതൽ യാഥാർത്ഥ്യബോധമുള്ള, റിയലിസ്റ്റിക് ആയ വിശ്വാസങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ഭൂപടം പുതുക്കണം, അപ്ഡേറ്റ് ചെയ്യണം. ഇതിലെ ഏറ്റവും വിപ്ലവകരമായ കാര്യം ഇതാണ്: ഇങ്ങനെ നമ്മുടെ ആന്തരിക ഭൂപടം മാറ്റുന്നതിലൂടെ പുറമെയുള്ള സാഹചര്യങ്ങൾക്ക്, എക്സ്റ്റേണൽ സർക്കംസ്റ്റൻസിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ആന്തരികമായ അനുഭവം, ഇന്റേണൽ എക്സ്പീരിയൻസ്, നമ്മുടെ വികാരങ്ങൾ, ഇമോഷൻസ്, നമ്മുടെ പ്രതികരണങ്ങൾ, റെസ്പോൺസസ് എന്നിവ മാറ്റാൻ നമുക്ക് സാധിക്കുന്നു. സാഹചര്യം പഴയത് തന്നെയാകാം, ഉദാഹരണത്തിന് ജോലിയിലെ സമ്മർദ്ദം അല്ലെങ്കിൽ ഒരു ബന്ധത്തിലെ പ്രശ്നം. എന്നാൽ നമ്മുടെ ഭൂപടം മാറ്റുന്നതിലൂടെ ആ സാഹചര്യത്തെ നമ്മൾ അനുഭവിക്കുന്ന രീതി, അതിനോട് പ്രതികരിക്കുന്ന രീതി പൂർണ്ണമായും മാറുന്നു. അത് നമ്മുടെ കയ്യിലുള്ളൊരു അമൂല്യമായ ശക്തിയാണ്. നമ്മൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കുന്നതിന് പകരം സാഹചര്യങ്ങളെ നമ്മുടെ പ്രതികരണത്തിലൂടെ സ്വാധീനിക്കാൻ തുടങ്ങുന്നു. അതെ,
ഈ മാറ്റം വെറും സൈദ്ധാന്തികമല്ല, ഇത് പ്രായോഗികമാക്കാൻ കഴിയുന്ന കാര്യമാണ്. അതിനായുള്ള ചില വ്യക്തമായ വഴികൾ, ഇന്നർ ആപ്ലിക്കേഷൻ, അതായത് പ്രായോഗിക വഴികൾ, ഗ്രന്ഥകർത്താവ് ഈ അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഇവ NLPയുടെ അടിസ്ഥാനപരമായ എന്നാൽ വളരെ ഫലപ്രദമായ ടെക്നിക്കുകളാണ്. നമുക്കവ ഓരോന്നായി പരിശോധിക്കാം. ഒന്നാമത്തേത് റീഫ്രെയിമിംഗ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു ചിത്രത്തിന്റെ ഫ്രെയിം മാറ്റുമ്പോൾ ആ ചിത്രത്തിന്റെ ഭംഗി മാറുന്നതുപോലെ ഒരു സാഹചര്യത്തെയോ അനുഭവത്തെയോ നമ്മൾ കാണുന്ന മാനസിക ഫ്രെയിം, മെന്റൽ ഫ്രെയിം മാറ്റുന്ന പ്രക്രിയയാണിത്. ഒരേ സംഭവത്തിന് പുതിയൊരർത്ഥം, മീനിംഗ് നൽകുക, അതിനെ പുതിയൊരു കാഴ്ചപ്പാടിലൂടെ, പേഴ്സ്പെക്റ്റീവിലൂടെ കാണുക. ഉദാഹരണത്തിന്, പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ ഒരാൾക്ക് ജോലി നഷ്ടപ്പെടുന്നു. അതിനെ ഒരു പരാജയമായോ ദുരന്തമായോ കാണുന്നതിന് പകരം റീഫ്രെയിമിംഗ് വഴി അതിനെ പുതിയ കഴിവുകൾ നേടാനും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ജോലി കണ്ടെത്താനും അല്ലെങ്കിൽ സ്വന്തമായി എന്തെങ്കിലും തുടങ്ങാനുമുള്ള ഒരു അവസരം, ഓപ്പർച്യൂണിറ്റിയായി കാണാൻ സാധിക്കും. ഒരു പ്രശ്നത്തെ, പ്രോബ്ലത്തെ ഭയക്കുന്നതിന് പകരം അതിനെ അതിജീവനശേഷി, റെസിലിയൻസ് വർദ്ധിപ്പിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനുമുള്ള ഒരു വെല്ലുവിളിയായി, ചലഞ്ചായി കാണുന്നതും റീഫ്രെയിമിംഗ് ആണ്. ഇങ്ങനെ നമ്മൾ ആ സാഹചര്യത്തിന് നൽകുന്ന അർത്ഥം മാറ്റുമ്പോൾ അതോടുള്ള നമ്മുടെ വൈകാരിക പ്രതികരണം, ഇമോഷണൽ റെസ്പോൺസ്, ഭയം, നിരാശ എന്നിവ മാറി പ്രതീക്ഷയും ഊർജ്ജസ്വരതയും ഒക്കെ വരും. ഇത് ബോധപൂർവം ചെയ്യാവുന്ന ഒരു മാനസിക പ്രക്രിയയാണ്. രണ്ടാമത്തെ ടെക്നിക്ക് മാനസിക റിഹേഴ്സൽ, മെന്റൽ റിഹേഴ്സൽ. ഇത് കായിക താരങ്ങളും അഭിനേതാക്കളും പ്രഭാഷകരുമെല്ലാം വിജയകരമായി ഉപയോഗിക്കുന്ന ഒന്നാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യം നേടുന്നത്, അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പെരുമാറുന്നത്, ഉദാഹരണത്തിന് ആത്മവിശ്വാസത്തോടെ ഒരു വലിയ സദസ്സിനെ അഭിമുഖീകരിക്കുന്നത്, അത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതിന് മുൻപ് നമ്മുടെ മനസ്സിൽ വളരെ വ്യക്തതയോടെയും വിശദാംശങ്ങളോടെയും പലതവണ സങ്കൽപ്പിച്ച് പരിശീലിക്കുക, റിഹേഴ്സ് ചെയ്യുക. ആ സാഹചര്യം, നമ്മുടെ ശരീരഭാഷ, നമ്മുടെ സംസാരം, ആളുകളുടെ പ്രതികരണം, വിജയകരമായ പരിസമാപ്തി എന്നിവയെല്ലാം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ ഉപയോഗിച്ച് സീയിങ്, ഹിയറിംഗ്, ഫീലിംഗ് മനസ്സിൽ കാണുക. ഇത് നമ്മുടെ ബ്രെയിനിൽ പുതിയ നാഡീപാതകൾ, ന്യൂറൽ പാത്വേസ് സൃഷ്ടിക്കുകയും യഥാർത്ഥത്തിൽ ആ സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ എളുപ്പത്തിലും ആത്മവിശ്വാസത്തോടെയും പെരുമാറാൻ നമ്മെ സജ്ജമാക്കുകയും ചെയ്യുന്നു. ഇത് ശരിക്കും ഭാവിയിലെ വിജയത്തിനു വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ്. മൂന്നാമതായി ഗ്രന്ഥകർത്താവ് അവതരിപ്പിക്കുന്ന ടെക്നിക് വിഭവസമൃദ്ധമായ അവസ്ഥകൾ ഓർമ്മിപ്പിക്കൽ, റീകോളിംഗ് റിസോഴ്സ്ഫുൾ സ്റ്റേറ്റ്സ്. എന്താണ് ഈ വിഭവസമൃദ്ധമായ അവസ്ഥകൾ, റിസോഴ്സ്ഫുൾ സ്റ്റേറ്റ്സ്? നമ്മുടെയെല്ലാം ജീവിതത്തിൽ നമ്മൾ വളരെ പോസിറ്റീവായിരുന്ന, ശക്തരായിരുന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങേയറ്റം ആത്മവിശ്വാസം, കോൺഫിഡൻസ് അനുഭവിച്ച നിമിഷം, വലിയ ധൈര്യം, കറേജ് കാണിച്ച സന്ദർഭം, അളവറ്റ സ്നേഹം, ലവ് അനുഭവിച്ചപ്പോൾ, അല്ലെങ്കിൽ പൂർണ്ണമായ ശാന്തതയും കാംനെസ്, സമാധാനവും പീസ് അനുഭവിച്ച നിമിഷങ്ങൾ. ഇവയെല്ലാമാണ് നമ്മുടെ വിഭവങ്ങൾ, റിസോഴ്സസ്. ഈ ടെക്നിക്കിൽ നമ്മൾ ചെയ്യുന്നത് അത്തരമൊരു ശക്തമായ പോസിറ്റീവ് അനുഭവം വളരെ വ്യക്തമായി ഓർത്തെടുക്കുകയാണ്. ആ നിമിഷത്തിലെ കാഴ്ചകളും കേൾവികളും ശാരീരിക സംവേദനകളും ഫിസിക്കൽ സെൻസേഷൻസ് എല്ലാം മനസ്സിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ചെയ്യുമ്പോൾ അന്ന് അനുഭവിച്ച അതേ ശക്തമായ പോസിറ്റീവ് വികാരം, പോസിറ്റീവ് ഫീലിംഗ് നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഈ നിമിഷത്തിൽ വീണ്ടും സജീവമാകും. ഇതിനെ ആങ്കറിംഗ് എന്നും പറയാറുണ്ട്. ഈ വിഭവം, ഈ റിസോഴ്സ് നമുക്കാവശ്യമുള്ള ഏത് സമയത്തും, പ്രത്യേകിച്ചും വെല്ലുവിളികൾ നേരിടുമ്പോഴോ മാനസികമായി തളർച്ച തോന്നുമ്പോഴോ ബോധപൂർവം തിരിച്ചു വിളിച്ച് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് നമ്മുടെ മാനസികാവസ്ഥയെ, സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ തൽക്ഷണം മാറ്റാനും കൂടുതൽ ഫലപ്രദമായി പ്രതികരിക്കാനും സഹായിക്കുന്ന അതിശക്തമായൊരു മാർഗമാണ്. അപ്പോൾ റീഫ്രെയിമിംഗ്, മെന്റൽ റിഹേഴ്സൽ, റീകോളിംഗ് റിസോഴ്സ്ഫുൾ സ്റ്റേറ്റ്സ്, ഈ 3 പ്രായോഗിക രീതികളിലൂടെ നമ്മുടെ പഴയതും നമ്മെ പിന്നോട്ട് വലിക്കുന്നതും യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാത്തതുമായ ധാരണകളോട്, ഡിസ്റ്റോർട്ടഡ് പെർസെപ്ഷൻസിനോട് യാന്ത്രികമായി പ്രതികരിക്കുന്ന ശീലം നമുക്ക് മാറ്റിയെടുക്കാം, അല്ലേ? നമ്മുടെ ആന്തരിക ലോകത്തെ, നമ്മുടെ ഇന്നർ മാപ്പിനെ നമുക്ക് ബോധപൂർവം പുതുക്കിപ്പണിയാൻ, കോൺഷ്യസ്ലി റീഡിസൈൻ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ചിന്തകളുടെയും
വികാരങ്ങളുടെയും പ്രതികരണങ്ങളുടെയും ഡ്രൈവിംഗ് സീറ്റിലേക്ക് നമ്മൾ തിരിച്ചുവരികയാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് നൽകുന്ന സ്വാതന്ത്ര്യം, ഫ്രീഡം വളരെ വലുതാണ്. കൃത്യമാണ്. ഗ്രന്ഥകർത്താവ് ഈ അധ്യായത്തിന്റെ അവസാനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. യഥാർത്ഥ ആന്തരിക സമാധാനം, ഇന്നോപീസ്, എവിടെ നിന്നാണ് വരുന്നത്? അത് പുറമെയുള്ള ലോകം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറുമ്പോഴോ എല്ലാ പ്രശ്നങ്ങളും തീരുമ്പോഴോ അല്ല ലഭിക്കുന്നത്. യഥാർത്ഥവും നിലനിൽക്കുന്നതുമായ ആന്തരിക സമാധാനം ആരംഭിക്കുന്നത് നമ്മൾ നമ്മുടെ ധാരണകളെ, പെർസെപ്ഷൻസിനെ, നമ്മുടെ ഇന്നർ മാപ്പിനെ തിരിച്ചറിയുകയും അവയെ ചോദ്യം ചെയ്യാൻ ധൈര്യം കാണിക്കുകയും അവ യാഥാർത്ഥ്യവുമായി എത്രത്തോളം പൊരുത്തപ്പെടുന്നു എന്ന് പരിശോധിക്കുകയും അവയെ ബോധപൂർവം മാറ്റാൻ തയ്യാറാവുകയും ചെയ്യുമ്പോഴാണ്. യാഥാർത്ഥ്യം എന്താണോ അത് സ്വീകരിക്കുക എന്നതിലുപരി ആ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയാണ് നമ്മുടെ ലോകം എന്ന് മനസ്സിലാക്കി ആ ധാരണകളെ കൂടുതൽ കൃത്യവും ആക്യുററ്റും സഹായകവും ഹെൽപ്ഫുള്ളും ശാക്തീകരിക്കുന്നതും എംപവറിംഗും ആക്കി മാറ്റുന്നതിലാണ് യഥാർത്ഥ ശക്തിയും സമാധാനവും കുടികൊള്ളുന്നത്. ഇതിന്റെ എല്ലാം കാതലിതാണ്. നിങ്ങളുടെ ലോകം, നിങ്ങളുടെ അനുഭവം, നിങ്ങൾ അതിനെ എങ്ങനെ കാണുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ആ കാഴ്ചപ്പാട്, ആ ഇന്നർ മാപ്പ് മാറ്റാനുള്ള അധികാരം പൂർണ്ണമായും നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുടെ ആന്തരിക ഭൂപടം, ഇന്നർ മാപ്പ് ഒന്ന് തുറന്നു പരിശോധിക്കാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളെ നിരന്തരം അരട്ടുന്ന, നിങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന, നിങ്ങൾക്ക് ഉത്കണ്ഠയോ നിരാശയോ നൽകുന്ന ഏതെങ്കിലും കാലഹരണപ്പെട്ട നിർദ്ദേശങ്ങൾ ആ ഭൂപടത്തിൽ ഇപ്പോഴും നിലവിലുണ്ടോ? ഉണ്ടെങ്കിൽ അവയെ തിരിച്ചറിഞ്ഞ് റിഫ്രെയിമിംഗ് പോലുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ച് മാറ്റങ്ങൾ വരുത്തി കൂടുതൽ സന്തോഷവും സമാധാനവും വിജയവും നൽകുന്ന ഒരു പുതിയ യാഥാർത്ഥ്യം നിങ്ങൾക്കായി ബോധപൂർവം സൃഷ്ടിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അതിന്റെ താക്കോൽ NLP തത്വങ്ങളിലൂടെ നിങ്ങളുടെ കയ്യിൽ ലഭ്യമാണ്. അതെ. അപ്പോൾ ഇന്ന് നമ്മൾ മാനസിക മാറ്റങ്ങൾക്ക് NLP തത്വങ്ങൾ എന്ന പുസ്തകത്തിലെ 1-ാം അധ്യായം, പീപ്പിൾ റെസ്പോണ്ട് ടു ദെയർ പെർസെപ്ഷൻ ഓഫ് റിയാലിറ്റി, നോട്ട് റിയാലിറ്റി ഇറ്റ്സെൽഫ് എന്ന അടിസ്ഥാന തത്വം വളരെ വിശദമായി ചർച്ച ചെയ്തു. യാഥാർത്ഥ്യമല്ല, യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളാണ്, പെർസെപ്ഷൻസാണ് നമ്മുടെ അനുഭവങ്ങളെയും പ്രതികരണങ്ങളെയും പൂർണ്ണമായി രൂപപ്പെടുത്തുന്നതെന്ന് NLP സത്യം നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കി. നമ്മൾ ഇന്ന് മനസ്സിലാക്കിയ പ്രധാന കാര്യങ്ങൾ ഒന്നുകൂടി ഓർക്കാം. 1. നമ്മുടെ മനസ്സ് യാഥാർത്ഥ്യവുമായി നേരിട്ട് സംവദിക്കുന്നില്ല. 2. നമ്മുടെ അനുഭവങ്ങളും പ്രതികരണങ്ങളും നമ്മുടെ ഇന്നർ മാപ്പ് അഥവാ ആന്തരിക ഭൂപടത്തെ അടിസ്ഥാനമാക്കിയാണ് ഉണ്ടാകുന്നത്. 3. ഈ ഇന്നർ മാപ്പ് നമ്മുടെ വിശ്വാസങ്ങൾ, മുൻകാല അനുഭവങ്ങൾ, വൈകാരികാവസ്ഥകൾ എന്നിവയുടെയെല്ലാം അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്നു. 4. ഈ ഭൂപടം യാഥാർത്ഥ്യത്തിന്റെ ഒരു പ്രതിഫലനം മാത്രമാണ്, യാഥാർത്ഥ്യമല്ല. ദ മാപ്പ് ഈസ് നോട്ട് ദ ടെറിട്ടറി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ആന്തരിക ഭൂപടം, ഇന്നർ മാപ്പ്, നമുക്ക് ബോധപൂർവം മാറ്റാൻ സാധിക്കും എന്നതാണ്. റീഫ്രെയിമിംഗ്, മെന്റൽ റീഹേഴ്സൽ, റീകോളിംഗ് റിസോഴ്സ്ഫുൾ സ്റ്റേറ്റ്സ് തുടങ്ങിയ ലളിതവും എന്നാൽ അതിശക്തവുമായ NLP ടെക്നിക്കുകൾ ഉപയോഗിച്ച് നമ്മുടെ മാനസിക ഭൂപടം, മെന്റൽ മാപ്പ് നമുക്ക് പുതുക്കാൻ, അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പുറമേയുള്ള സാഹചര്യങ്ങൾ മാറുന്നതിനായി കാത്തിരിക്കാതെ തന്നെ നമ്മുടെ വൈകാരികവും മാനസികവുമായ അവസ്ഥകളിൽ, ഇമോഷണൽ ആൻഡ് മെന്റൽ സ്റ്റേറ്റ്സിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. യഥാർത്ഥ ആന്തരിക സമാധാനം, ഇന്നർ പീസ് എന്നത് നമ്മുടെ ധാരണകളെയും പ്രതികരണങ്ങളെയും ബോധപൂർവം കൈകാര്യം ചെയ്യുന്നതിലൂടെ നേടാൻ സാധിക്കുന്ന ഒന്നാണ്. നേരിട്ട് ശ്രോതാവിനോട് ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കായി ഒരു പ്രായോഗിക ചിന്ത. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങളെ അല്പം ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഷയത്തോടുള്ള നിങ്ങളുടെ സാധാരണ പ്രതികരണം മനസ്സിൽ കാണുക. ആ പ്രതികരണത്തിന് പിന്നിലുള്ള നിങ്ങളുടെ അടിസ്ഥാന ധാരണ, അണ്ടർലയിങ് പെർസെപ്ഷൻ എന്താണെന്ന് കണ്ടെത്തുക. ഒരു കടലാസിൽ അതൊന്ന് എഴുതി വയ്ക്കുക. ഉദാഹരണത്തിന്, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ എനിക്ക് പ്രായമായി എന്നോ, സാമ്പത്തികമായി വിജയിക്കാൻ എനിക്ക് കഴിയില്ല എന്നോ, ആളുകൾ എന്നെ വിമർശിക്കുമെന്നോ ഉള്ള ഒരു ധാരണയാകാം അത്. ഇനി ആ പഴയ ധാരണയെ റീഫ്രെയിമിംഗ് എന്ന ടെക്നിക്ക് ഉപയോഗിച്ച് കൂടുതൽ പോസിറ്റീവും ശക്തവുമായ നിങ്ങളെ പിന്തുണയ്ക്കുന്ന ഒന്നാക്കി ബോധപൂർവം മാറ്റിയെഴുതുക. ഉദാഹരണത്തിന്, ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരമാണ്. സാമ്പത്തിക ഭദ്രത നേടാനുള്ള വഴികൾ ഞാൻ കണ്ടെത്തും. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കപ്പുറം എൻ്റെ ലക്ഷ്യത്തിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്നോ. ഇങ്ങനെ നിങ്ങളുടെ ഫ്രെയിം മാറ്റുമ്പോൾ നിങ്ങളുടെ ചിന്തകളിലും ശരീരത്തിലെ സംവേദനങ്ങളിലും നിങ്ങളുടെ ഊർജ്ജനിലയിലും എന്തു മാറ്റമാണ് വരുന്നത് എന്ന് ശ്രദ്ധിച്ച് നിരീക്ഷിക്കുക. ഈ ചെറിയ മാറ്റമാണ്
വലിയ പരിവർത്തനങ്ങളുടെ തുടക്കം. ഇത് നിങ്ങൾക്കായി ഇന്ന് തന്നെ ചെയ്തു നോക്കുക. മാനസിക മാറ്റങ്ങൾക്ക് NLP തത്വങ്ങൾ എന്ന ഈ പുസ്തകത്തിലെ ഇനിയും ശക്തവും പ്രാധാന്യവുമുള്ള വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുന്ന കൂടുതൽ NLP ടെക്നിക്കുകൾ വരും അധ്യായങ്ങളിൽ നമുക്ക് ഇതുപോലെ ആഴത്തിൽ ചർച്ച ചെയ്യാം. നിങ്ങളുടെ ശ്രദ്ധയ്ക്കും വിലയേറിയ സമയത്തിനും വളരെ നന്ദി.